നമ്മളിന്നിവിടെ എടുത്തൊരു പാണ്ഡവ ഗുഹ ഉണ്ട്. അപ്പോൾ അത് കാണാൻ പോകും കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. അണിഞ്ഞൊരുങ്ങിയ പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് പോയി. നമ്മൾ തൊട്ടെടുത്ത ക്യാമ്പിൻ്റെ ഉള്ളിൽ നിറയെ ബോഗൺവില്ലയുടെ മരങ്ങളുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാം. ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഈ പാണ്ഡവ ഗുഹ. നമ്മളവിടുന്ന് ഒരു 10 മിനിറ്റ് അങ്ങനെ നമ്മളവിടെ എത്തി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ അവർ സമ്മതിച്ചില്ല. ഇവിടെ പണ്ട് പാണ്ഡവന്മാർ പൂജ ചെയ്യുന്നത്, ശിവനെ പൂജിച്ചിരുന്നതും ഇവിടെ അങ്ങനെ എന്തൊക്കെയോ ആണ്. കൃഷ്ണൻ്റെ കാൽപാദങ്ങളും പശുവിൻ്റെ കാൽപാദങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ നദിക്ക് എന്താ ചെനാബ് നദി എന്നാട്ടോ പറയുക. അങ്ങനെ നല്ല നല്ല ഭംഗിയുണ്ട് അവിടെ. വൈകുന്നേരമൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ്. ഇറങ്ങി വരുമ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പോകുമ്പോൾ കയറിയിട്ടും എത്തുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ആദ്യട്ടനൊക്കെ കയറിയിട്ട് ക്ഷീണിച്ചു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കയറി. പിന്നെ അവിടെ ഈ പുല്ല് ചെത്തണ മെഷീനില്ലേ, അവിടെയൊക്കെ അടുത്തൊക്കെ വീടുകളാണ്. അവിടെ പുല്ല് ചെത്തണ മെഷീൻ, അത് ഞാനൊന്ന് വീഡിയോ എടുത്ത. പിന്നെ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ നാട് പോലെ തന്നെ കേട്ടോ, നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് പോയത് അക്നൂർ സിറ്റിക്കാണ്. വലിയ സിറ്റിയൊന്നുമല്ല, ചെറുതാണ്. പക്ഷേ എല്ലാ സാധനങ്ങളും കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മൾ ഡൽഹിയിൽ ഇത്രയും വിലയില്ല. ഇവിടെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ തുണികളും ചെരുപ്പും ഇലക്ട്രോണിക് സാധനങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്, കോഹിനൂർ റെസ്റ്റോറൻറ്റ്. നല്ല റെസ്റ്റോറൻറ്റാണ്. നല്ല ഫുഡും ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടുന്ന് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.